തൊഴുത്തിലേക്ക് വഴികാട്ടിയ നക്ഷത്രത്തെയാണ്. ക്രിസ്മസ് കാർഡും ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് തൊപ്പിയും കരോൾ ഗാനവും പുൽക്കൂടുമെല്ലാം ക്രിസ്മസ് ആഘോഷത്തിന്റെ നിറക്കൂട്ടുകളാണ്. ഈ ദിനങ്ങളിൽ നാം എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിന്റെ നിറവിലാണ്. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയിൽ നാം എല്ലാവരും എത്തി നിൽക്കുമ്പോൾ മാലാഖമാരോടൊപ്പം നമുക്കും ചേർന്നാലപിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിരുമഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിരുമഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തി. ലോക ജനത കാത്തിരുന്ന യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചുള്ള സദ്വാർത്ത. അതെ, ലോകത്തിന് പ്രകാശവും പ്രതീക്ഷയും നൽകുന്ന ദിനമാണ് ഡിസംബർ 25. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്തുമസ്. നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുവാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിന്റെ വലിയ സാക്ഷ്യം. പരസ്പരം സ്നേഹിക്കാനും പ്രകാശം പരത്തുവാനും അപരന്റെ വേദനകൾ അറിഞ്ഞ് അവനെ സ്വയം ദർശിക്കുവാനും അവനെ സഹായിക്കുവാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണി ഈശോ പിറക്കുന്നത്. ക്രിസ്തുമസ് മതസൗഹാർദ്ദത്തിന്റെ ദിനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നക്ഷത്രങ്ങൾ തൂക്കുകയും കരോളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ ജനനത്തിന് സാക്ഷ്യം വഹിച്ചവളാണ് ഭൂമി. ഭൂമിയിൽ അനേകം പിറവികൾ ഓരോ ദിവസവും ഉണ്ടാകുന്നു. ക്രിസ്തുവിനെ പോലെ ലോകത്തിന് പ്രകാശം പരത്തുവാനുള്ളവരായിരിക്കണം ഓരോ പിറവികളും. എളിമയുടെ പ്രതീകമാണ് ക്രിസ്തു. സ്വന്തം കഴിവുകൾ മറ്റുള്ളവർക്കായി ഉപയോഗിക്കുവാനും എളിമയിൽ പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അവയെ ശക്തമായി നേരിടാൻ പ്രതീക്ഷയോട് മുന്നേറുവാനും ക്രിസ്തുമസ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. നാം ഓരോരുത്തരും ഈ ലോകത്തിന്റെ നക്ഷത്രമായി മാറണം, ഒരു പ്രകാശമായി മാറണം, ക്രിസ്തു സാന്നിധ്യമുള്ളവരായി മാറണം. പ്രകാശം മുന്നിൽ നിന്നാൽ നിഴൽ പിന്നിലാണ്, പ്രകാശം പിന്നിൽ നിന്നാൽ നിഴൽ മുന്നിലാണ്. എന്നാൽ പ്രകാശം മുന്നിലായാൽ അവിടെ ഞാനുമില്ല, നിഴലുമില്ല, പ്രകാശം മാത്രമേ ഉള്ളൂ. പ്രകാശം പറ്റുന്ന നക്ഷത്രമായി ഭൂമിയിൽ പ്രകാശിക്കുവാനും പ്രകാശമായി ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുവാനും സാധിക്കട്ടെ. തിരുപ്പിറക്കുകളുടെ എല്ലാ മംഗളങ്ങളും ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട്